വലിയൊരു ഭയമുണ്ട്. ആ ചാനലുകാർ വളരെയധികം ആത്മാർത്ഥതയുള്ള മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളുമായി അവർ വീണ്ടും ആ ന്യൂസ് അടുത്ത 2 ദിവസത്തെ കാണിച്ചു. 3-ാം ദിവസം കാണിച്ചു ഇനിയും 20% റെയിൻ വരും, അടുത്ത 3 ദിവസത്തേക്ക് മഴയുമില്ല. ദൈവം ആ ഹൈറ്റിനെ നിയന്ത്രിച്ചു. ഇതാണ് ലോകത്തിൽ യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് പരിധിയുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരുന്നതിൻ്റെ തലേ ദിവസം വാത്സല്യ തിരുമേനി എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് എന്നോട് വായിക്കുവാൻ പറഞ്ഞത് ഈ വേദഭാഗം യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം. പ്രതിസന്ധിയിൽ കൂടി കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കഴിയും അനേക പ്രതിസന്ധിയിൽ കൂടി അപകടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ എന്നെ കരുതിയ ഒരു ദൈവം. അതാണ് വാത്സല്യ തിരുമേനിയിലൂടെ ഞാൻ കണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച ഞാൻ കണ്ട ദൈവത്തെ വാത്സല്യ തിരുമേനിയിലൂടെ കണ്ടതാണ്. ആ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഗീവർഗീസ് മാർ എസ്താത്യോസ് സ്മരണയുടെ സ്നേഹ തീരങ്ങളെ. ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് കിഡ്സും ഒരിക്കൽ മാത്രം തിരുമേനിയെ കണ്ടിട്ടുള്ള ചില വ്യക്തികളും ഇതിനകത്ത് ചെറിയ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അവരുടെ എല്ലാ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുമേനിയെ കണ്ടുവെങ്കിൽ അവർക്കെല്ലാം അതൊരു പ്രചോദനമായി. അപ്രകാരമുള്ള ഒരു വ്യക്തി ഞാൻ ഇന്ന് ലോകത്തിലെ ഉള്ള സകല രാജ്യങ്ങളിലെയും വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം സ്വാധീനിച്ച, ഞാൻ ഇത്രയധികം വിശ്വസിക്കുന്ന, ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഈ ലോകത്തിലെവിടെയും എന്നോട് ഒരിക്കൽ തിരുമേനി പറഞ്ഞു, എടാ, ഞാൻ ലോകത്തിലെ സകല രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു. ലോകത്തിലെ സകല രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച എൻ്റെ അമ്മയുടെ സഹോദരൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയും ധൈര്യവും പ്രചോദനവും. നമ്മൾ ദൈവത്തെ കാണുന്നത് ദൈവത്തിലൂടെയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെയാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, മറ്റു വ്യക്തികൾ. അതൊക്കെയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ഇന്ന് തിരുമേനി കടന്നുപോയതിന് ശേഷം തിരുമേനിയെ കുറിച്ച് എത്ര ബുക്ക് എഴുതി എന്ന് എനിക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്ത വേറൊരു ബുക്കാണ് മലങ്കരയുടെ സ്നേഹദൂതൻ. ഡോക്ടർ TP ഏലിയാസ് പബ്ലിഷ് ചെയ്തതാണ് മാർ എസ്താത്യോസ് 5-ാമത്തെ സുവിശേഷം. വേറെ ബുക്കുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 60 ബുക്കുകൾ തിരുമേനി എഴുതി. ഇത്രയധികം ജീവിതത്തിൽ തൻ്റെ കാലശേഷവും അനേക വ്യക്തികൾ വളരെ ആവേശകരമായി സ്നേഹിക്കുകയും തൻ്റെ ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ചർച്ചകളിലും നമ്മുടെ ഭവനങ്ങളിലും ഇനിയും വരുന്ന അടുത്ത തലമുറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആ വ്യക്തിയിലൂടെ ദൈവത്തെ കണ്ട് ആ പാതയെ പിന്തുടരും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ബുക്ക് എഴുതിയത്. എന്തായിരുന്നു ഈ തിരുമേനി ഈ ലോകത്തിൽ ഇത്രയധികം പ്രത്യാശയോടെ മറ്റുള്ളവർ വളരെയധികം സ്വാധീനത്തോടുകൂടി ജീവിച്ചു. ദൈവത്തിന് വേണ്ടി സകലവും വെടിഞ്ഞ വ്യക്തി. 3 സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ അപ്പനെയോ അമ്മയോ മക്കളെയോ കുഞ്ഞുങ്ങളെയോ വസ്തുവകളെയോ വിളിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു സത്യം ചെയ്തു പറഞ്ഞ ഒരു കാര്യം, അത് ആത്മാർത്ഥമായി സ്വന്തം ജീവിതത്തിൽ പകർത്തിയെഴുതിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം
എൻ്റെ പ്രചോദനവും സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം. ഇന്ന് അച്ഛനോട് പറഞ്ഞു, വി ആർ ഗോയിങ് ത്രൂ സോ മെനി ഡിഫിക്കൽട്ട് ഇഷ്യൂസ് ബട്ട് വി ആർ വർക്കിംഗ് ആൻഡ് എവരിവെയർ. എൻ്റെ ജീവിതത്തിൽ എന്നാൽ എനിക്ക് പറയുവാനുള്ള ഒരു സാക്ഷ്യം. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് ബൈബിൾ വായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് 127 സങ്കീർത്തനത്തിലേക്ക്. അതിലെ ഒരു ഭാഗം പറയുന്നത്, നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും കഠിനപ്രജ്ഞം ജീവിക്കുന്നതും വ്യർത്ഥമത്രയും, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരനുഗ്രഹം എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തികൊണ്ടോ എൻ്റെ യാതൊരു ശക്തി കൊണ്ടോ എനിക്ക് ലഭിച്ചു. ഞാനിപ്പോൾ കടന്നുപോയ ഇന്ന് അനുഭവിക്കുന്ന അനേക അനുഭവങ്ങളുടെ നടുവിൽ ഒന്നും എൻ്റെ ശക്തിയിലൂടെയോ എൻ്റെ മിടുക്കിലൂടെയോ അതിനെ സ്വാധീനിക്കുവാനോ അതിനെ പരിഹരിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയുകയില്ല. അത് കഴിഞ്ഞ അനേക വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് എന്നും അനുഭവിക്കുന്ന വ്യക്തിപരമായ സാക്ഷ്യം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധനായ ദൈവം ഇന്നലെ നീയോടുകൂടി വാഴുന്ന ഈ ലോകത്തെ ഒരു